എല്ലാവർക്കും പ്രഭാതവന്ദനം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രേത്താദ്വീപിൽ പൗലോസ് ഏൽപ്പിച്ച ദൗത്യമായി നിലകൊള്ളുന്ന തീത്തോസിനെയാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ കാണുന്നത്. ലേഖന പശ്ചാത്തലങ്ങളോ അതിൻ്റെ മുഖവുരകളൊന്നും ഇവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്രേത്ത എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. അവിടെയുള്ള ജനസമൂഹങ്ങളെക്കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. ക്രേത്തർ സർവ്വദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. അവരെക്കുറിച്ചുള്ള ഒരു വിദ്വാൻ്റെ അഭിപ്രായമാണിത്. ശാരീരികമായി നല്ല ആരോഗ്യവും പുഷ്ടിയുമുള്ളവരാണ്. അതെങ്ങനെ അവർക്ക് ആരോഗ്യമുണ്ടായെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള വിശ്വാസ സമൂഹങ്ങളെ നേർവഴി നടത്തുവാൻ പൗലോസ് തിമോഥെയോസിനെ ആക്കുമ്പോൾ അവർ ശാരീരികമായ ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം എന്നുള്ളതാണ്. എക്കാലവുമുള്ള ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രബോധനം അതാണ്. ശാരീരികമായ ആരോഗ്യമുള്ളപ്പോൾ തന്നെ വിശ്വാസത്തിലും നമുക്ക് ആരോഗ്യമുള്ളവരായി നാം മാറണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള വിശ്വാസ സമൂഹങ്ങളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരികയാണ്. വിശ്വാസത്തിന് പ്രസക്തി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രവചനം ഇത്തരുണത്തിലൂടെ ശ്രദ്ധേയമാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമുക്ക് ക്രിസ്ത്യജീവിതം ബുദ്ധിമുട്ടായി തോന്നുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യരിലുള്ള ആശ്രയം വർദ്ധിച്ചു വരുന്നത്. ബന്ധങ്ങളും അതുപോലെ തന്നെയുള്ള പിടിപാടുകളും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വളരെ അകലത്തേക്ക് കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖസത്യം. പല കാര്യങ്ങളിലും വിശ്വസിച്ച് ചെയ്യേണ്ടതിന് പകരം കഴിവിലും പിടിപാടിലും ഊന്നിക്കൊണ്ട് കാര്യസാധിക്കുന്നതിന് വേണ്ടി പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത് നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറണം എന്നുള്ളതാണ്. നമ്മുടെ ഭക്തന്മാരിൽ പലരും ബൈബിൾ ചരിത്രത്തിൽ മാത്രമല്ല ക്രിസ്തീയ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള പല ഭക്തന്മാരും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരുന്നു. ഈ തലമുറയിൽ അങ്ങനെയുള്ളൊരു ആരോഗ്യം കാണുന്നില്ല. നമ്മുടെ തലമുറകൾ ബുദ്ധിപരമായ ആരോഗ്യമുള്ളവരാണ്, കഴിവിൽ ആരോഗ്യമുള്ളവരാണ്. എല്ലാ മേഖലകളിലും ആരോഗ്യം സിദ്ധിച്ചൊരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ തലമുറയിൽ വിശ്വാസത്താലുള്ള ആരോഗ്യം കാണുന്നില്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള രണ്ടുപേരെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമുക്കറിയാം, അബ്രഹാമിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 100 വയസ്സിൽ ശാരീരികമായിരിക്കുന്ന ബലം ക്ഷയിക്കപ്പെട്ടു. ഇനിയും ഒരു വാഗ്ദത്ത സന്താനം ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നതക്ക നിലയിൽ അബ്രഹാമിൻ്റെ ശാരീരിക അവസ്ഥകൾ എത്തി നിൽക്കുമ്പോഴും വചനം എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ അവൻ ആരോഗ്യമുള്ളവനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ സാധ്യതകളൊന്നും തൻ്റെ ശരീരത്തിലില്ലെങ്കിലും തൻ്റെ വിശ്വാസത്തിന് പരിക്ക് പറ്റാതെ അതിനെ കരുത്തോടെ കാത്തു സൂക്ഷിക്കാൻ അബ്രഹാം കാണിച്ച ആ സന്നദ്ധതയാണ് തൻ്റെ മേലുള്ള വാഗ്ദത്തം നിവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനിടയായത്. ഇന്ന് നാം കേട്ട ദൂത് നമ്മളിൽ നിറവേറാനുള്ള യാതൊരുവിധമായ സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിച്ച് ഈ പ്രഭാതത്തിൽ പ്രബോധിപ്പിക്കുന്നത് നാം വിശ്വാസത്തിൽ കരുത്തുള്ളവരും ആരോഗ്യമുള്ളവരുമായി മാറണമെന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളതായി മാറിയ അബ്രഹാമിന് കിട്ടിയ സന്താനം എല്ലാ കാലത്തിലും ഒരു വിശേഷതയുള്ള ഒരു സന്താനമായിരുന്നു. നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മിൽ വെളിപ്പെടണമെങ്കിലും നമുക്ക് വിശ്വാസത്തിലൊരു ആരോഗ്യമുണ്ടാകണം. നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിലും നിങ്ങൾ ഒരു വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം. മിനിസ്ട്രിക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും
നടക്കപ്പെടണമെങ്കിൽ നമുക്ക് വിശ്വാസത്തിലൊരു ആരോഗ്യമുണ്ടാകണം. അങ്ങനെ ആരോഗ്യമുള്ളവരിൽ കൂടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ദൈവം ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ കഥാപാത്രമെന്ന് പറയുന്നത് സുറോഫോനിക്ക സ്ത്രീയാണ്. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞത് വലിയ വിശ്വാസമെന്നാണ്. മത്തായി 15:28 തൻ്റെ മകളുടെ ഭൂതോപദ്രവ വിഷയം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വില കൊടുത്താണ് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നത്. യേശുവിൻ്റെ പക്കൽ ലഭിക്കപ്പെട്ട വാക്കുകൾ ഒരു വേള അവളെ തിരിച്ചു പോകുവാൻ പ്രാപ്തയാക്കി മാറ്റുന്ന നിലയിലുള്ളതായിരുന്നു. എങ്കിലും അവൾ തൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ അതിനെ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് വളരെ കരുത്താർജിച്ച് അതിനുവേണ്ടി അവിടെ നിലകൊണ്ടപ്പോഴാണ് യേശു പറഞ്ഞത് വലിയ വിശ്വാസമാണ് അവളിൽ നിലനിന്നത്. അവിടെ സാഹചര്യങ്ങളും യേശുവിൻ്റെ പക്കലുണ്ടായ വാക്കുകളും അവിടെ വിശ്വാസത്തിലുള്ള ആരോഗ്യത്തെ കെടുത്തുന്നതായിരുന്നുവെങ്കിലും അവൾ സമനസാൽ അവൾ പ്രാപിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ ആരോഗ്യം അവൾ കാത്തു സൂക്ഷിച്ചപ്പോൾ അവളുടെ മകൾക്ക് ഒരു വിടുതലുണ്ടാകുവാനിടയായി. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവത്തിൻ്റെ വചനം, പ്രിയമുള്ളവരെ, നമുക്കും വിശ്വാസത്തിൽ ഒരു ആരോഗ്യം സിദ്ധിക്കാൻ കഴിയണം. പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ശിഷ്യഗണങ്ങളെ നമുക്കറിയാം. അവർ പലരും വിശ്വാസത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഈ പ്രഭാതത്തിൽ ക്രേത്തരോട് മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന നമ്മളോട് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഏക കാര്യം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറുക. അങ്ങനെ ആരോഗ്യം സിദ്ധിച്ചവർ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, അത്ഭുതങ്ങളുടെ വക്താക്കളാകും, അടയാളങ്ങളുടെ വക്താക്കളാകും. ദൈവത്തിൻ്റെ വഴികളും വാതിലുകളും ദൈവം അവർക്ക് തുറക്കുവാനിടയാകും. ഈ പകൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറാൻ കഴിയണം. അങ്ങനെയുള്ള ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ കർത്താവ് ശക്തമായ മറുപടി തരുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഈ വിശ്വാസത്തിലുള്ള ആരോഗ്യം സ്വായത്തമാക്കുവാൻ, അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്കേവർക്കും സർവ്വശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.